ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നൊരു വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ അല്ല ഇത്. അങ്ങനെ ഒരു പ്ലാനും ഇല്ലാണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, കാരണം എനിക്ക് തണുപ്പ് പിടിച്ചിട്ടുണ്ട്. തൊണ്ടവേദന, തണുപ്പ് പിടിച്ചിട്ട് എല്ലാം സൈഡായി കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓഫീസിലും കൂടി പോയിട്ടില്ല. അപ്പോൾ ഒന്ന് കുളിച്ചപ്പോൾ കുറച്ച് ഫ്രഷായി തോന്നി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ അധികമായിന്ന്. അമ്മ വിളിച്ചത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം കെട്ടിയ മുടിയെല്ലാം വേഗം അയച്ച് ഉണക്കാനൊന്നും പറ്റില്ല. ഈ ഒരു ടൈം കൊണ്ട് ഉണങ്ങുമൊന്നുമില്ല. ഗൈസ്, ഞാൻ അമ്മേൻ്റെ കൂടെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ എന്നെ തന്നെ നോക്കി സംസാരിക്കുമ്പോൾ പൊങ്കലുള്ള പോലെ തോന്നും. ഞാൻ പോയിട്ട് ചെരുപ്പ് വാങ്ങിയിട്ട് വരാം. അമ്മേൻ്റെ കൂടെ ചെരുപ്പ് വാങ്ങാൻ പോയതാണ്. ചെരുപ്പ് വാങ്ങി വന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഡേവി സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു ചോക്കോപ്പൈ പിന്നെ ഒരു മഞ്ചും വാങ്ങി. മഞ്ച് എനിക്കല്ല, ചോക്കോപ്പൈ എനിക്കാണ്. ചോക്കോപ്പൈൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചോക്കോപ്പൈ. ചിലവർക്ക് കിൻഡർ ജോയൊക്കെ ഭയങ്കര ക്രൈസായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് ചോക്കോപ്പൈയാണ്. നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, കുറേ കാലമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം മടി, രണ്ടാമത്തെ കാരണം മടി, മൂന്നാമത്തെ കാരണം മടി തന്നെയായിരുന്നു. കുറച്ച് മടി, പിന്നെ എനിക്ക് എടുക്കാനുള്ള സാഹചര്യമായിരുന്നില്ല. പിന്നെ ഞാൻ റീലൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഫോണ് ഡെഡായി. അതിൻ്റെ ടച്ച് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം എൻ്റെ ഫോണിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫോൺ റീസെറ്റൊക്കെ ചെയ്ത്, അപ്പോൾ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നമില്ല, കാരണം ഞാൻ എടുക്കുന്ന ഈ പ്രശ്നം എന്താണ്, റീസെറ്റ് ചെയ്ത് കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോ ആണിത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുകൾ. പിന്നെ വീണ്ടും ഞാൻ പറയുന്നു, തണുപ്പൊക്കെ പിടിച്ച് സൗണ്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ റൂമിലൊക്കെ ഇരുന്ന് സിനിമ കണ്ടിരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പണി. ഞാൻ ഇന്നലെ കണ്ടത് അമേസിങ് സ്പൈഡർമാൻ 1. ഇന്നലെ മിന്നാന്നായിട്ട്. ഇന്ന് അമേസിങ് സ്പൈഡർമാൻ 2ൻ്റെ പകുതി, ഇന്നലെ ഞാൻ കുറച്ച് പകുതി കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിന്നത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ മൈ ഫോൾട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് കാണണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. പിന്നെന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിച്ചോ, ഞാൻ പറയാം. കുറേ കാലമായി ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട്, കുറേ കാലമായി. അതുകൊണ്ടിപ്പോൾ എന്താ പറയണ്ടേ, ഇങ്ങനെ പറയണ്ടേന്ന് ഓർമ്മയില്ല. അമ്മ അപ്പുറത്ത് ബൈ പറഞ്ഞു, എൻ്റെ അടുക്കും ബൈ പറഞ്ഞു. അങ്ങനെ അമ്മ ബൈ ബൈ പറഞ്ഞു പോയി.
അമ്മ പോകുമ്പം തന്നെ ഒരു 4 മണി 4:15 ആയി. അപ്പോഴേക്കും അടുത്ത ആൾ വരാനായി. എൻ്റെ ചെറിയ അനിയത്തിക്കുട്ടി ഉണ്ടല്ലോ, അപ്പോൾ അവളെയും കൂടി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴേക്കും നമ്മൾ നായിക എത്തിയിട്ടുണ്ട്. ആൾ ഓടി വരുന്നുണ്ട്, കയ്യിലൊരു മെഡലൊക്കെ എടുത്തിട്ട് ആയി എന്ന് വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. അവൾ എന്നെ ആയി എന്നാണ് വിളിക്കാറ്. അപ്പോൾ അവൾക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനായിട്ടും കിട്ടിയ മെഡലാണെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ വീട്ടിലാക്കി. സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പം എന്ത് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ഇടുക എന്നാണ്. ഒന്നും അങ്ങോട്ട് ഇതാക്കാൻ പറ്റണില്ല. എനിക്ക് കുറച്ച് വീഡിയോസ് കാണാം. ഞാൻ അമേസിങ് സ്പൈഡർമാൻ 2 കാണുമ്പോഴാണ് പിള്ളേരെ വിളി. അവർക്ക് ഡാൻസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോൾ എത്തുകയെന്നറിയില്ല. അപ്പം ഞാൻ പോയിട്ട് വരാം. ഗൈസ്, ഞാൻ വീട്ടിൽ വന്നു. എന്നിട്ട് കുറേ സമയമായി. ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞല്ലോ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്ന് അത്ര നല്ലോണം ലേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് തുടങ്ങിയത്. പക്ഷെ ഒന്നും ആയിട്ടില്ല. ആൻഡ് ഇതൊരു സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ തന്നെ ഇടുന്നുണ്ടാവുക. ഞാൻ ഒരു സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ വെച്ച്, അതുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. പിന്നെ അടുത്ത വീഡിയോ വരുന്നത് വരെ ഞാൻ ഇപ്പം ഈ വീഡിയോ നിർത്തുകയാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും കഴിയില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോ വരുന്നവരെ